ഷിപ്പോളിലേക്ക് സ്വാഗതം. ഒരു നല്ല കുടുംബജീവിതം നയിക്കുവാൻ വേണ്ടി ഭാര്യയ്ക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിലും ശരി, ഇവർക്കിടയിൽ ഒരു നല്ല സെക്സ് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അതാണ് ജീവിതത്തിൻ്റെ സത്യം. ചില സമയങ്ങളിൽ ഭർത്താവിനാണെങ്കിലും അല്ലെങ്കിൽ ശരി, ഭാര്യയ്ക്കാണെങ്കിലും ശരി, ചില ന്യൂനതകൾ ഉണ്ടാവാറുണ്ട്. അവർ പരസ്പരം ആ ന്യൂനതകൾ മറന്ന് ഒന്നായി ജീവിക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതം ഏറ്റവും തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എക്സാക്ട്ലി പറയുവാണെങ്കിൽ ചില ആണുങ്ങൾക്ക് അവരുടെ സെക്സിനോടനുബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ അവർക്ക് മെയിനായിട്ട് വളരെയധികം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന ഒന്നാണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. എന്താണെങ്കിലും ശീഘ്രസ്ഖലനം ഓരോ പുരുഷന്മാരിലും വളരെയധികം മാനസികമായിട്ടൊരു സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം തൻ്റെ ഭാര്യ പൂർണ്ണമായിട്ടും തൃപ്തി അടഞ്ഞോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സംശയങ്ങൾ ഇവരുടെ മനസ്സിലുണ്ടാകുകയും തുടർന്ന് അവർ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും വന്നെത്തുകയും ചെയ്യും. എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് എങ്ങനെ ശീഘ്രസ്ഖലനം കുറയ്ക്കാം എന്നുള്ളതാണ്. എന്താണെങ്കിലും അതിന് ചെറിയൊരു ഉപായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും, കണ്ടു നോക്കുക. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ വെണ്ടയ്ക്കയാണ്. ഓക്കെ, ഇത് ശരിക്ക് കഴുകി വൃത്തിയാക്കിയ വെണ്ടയ്ക്ക നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. അതിനുശേഷം നമുക്ക് വേണ്ട രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഹണിയാണ്. ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി. ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ഈ വെണ്ടയ്ക്ക ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചൊരു 10-15 മിനിറ്റ് നേരം ശരിക്കും ബോയിൽ ചെയ്തെടുക്കണം. ഇങ്ങനെ ശരിക്കും തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്യണം. ഏകദേശം 10-15 മിനിറ്റോളം നമുക്ക് ഈ വെണ്ടയ്ക്ക ഇതിൻ്റെ അകത്ത് കിടന്ന് ശരിക്കും തിളയ്ക്കണം. അതിനുശേഷം മാത്രം നമുക്കിതെടുക്കാം. ഏകദേശം 15 മിനിറ്റോളം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പൂർണ്ണമായിട്ടും ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഓക്കെ, ഇത് പൂർണ്ണമായിട്ടും തണുത്ത ശേഷം നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇത് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് 2 സ്പൂൺ ഹണി ഒഴിക്കാം. ഓക്കെ, ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കേണ്ട വിധം വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു 3 സ്പൂൺ വെച്ച് ഈ മരുന്ന് കഴിക്കുക. അങ്ങനെ 1 മാസം കണ്ടിന്യൂസ് ആയി മുന്നോട്ട് പോവുക. വളരെയധികം വ്യത്യാസം വരും. 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ശീഘ്രസ്ഖലനത്തിന് വളരെയധികം വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് അലട്ടുന്നുണ്ടെങ്കിൽ 100% ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിച്ച് ഒത്തൊരുമയോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു കുടുംബജീവിതം വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കൽ.